ആയുർവേദം ശാശ്വതമാണെന്നാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്താണ് ആയുർവേദം? ആയുസ്സിനെ കുറിക്കുന്ന അറിവ്. ആയുഷ്യാം ച അനായുഷ്യാം ച വേദയതി ഇതി ആയുർവേദഃ. ആയുസ്സിനെയും അനായുസ്സിനെയും കുറിച്ച് ഉള്ള അറിവ് ശാശ്വതമാണ് എന്നൊരാചാര്യന് പറയാൻ കഴിയണമെങ്കിൽ ആയുസ്സിനെയും അനായുസ്സിനെയും, ആരോഗ്യമെന്ന് പോലുമല്ല ഒരു വ്യക്തിക്ക് പൂർണ്ണാരോഗ്യവാനായി എത്ര ആയുസ് അവന് കൽപ്പിച്ചിട്ടുണ്ടോ അതുവരെ ജീവിക്കാൻ ശാസ്ത്രീയമായൊരു മാർഗമുണ്ടെന്നും അത് ശാശ്വതമാണെന്നും ആണ് ഈ പ്രതിജ്ഞ. ഓരോ കുടുംബം ജീവികളുടെ, ഓരോ സ്പീഷീസ് വർഗം, ഇങ്ങനെയൊക്കെ അതിനെ തിരിച്ചാൽ ഓരോ ജീവിയിലും മറ്റു ജീവികൾക്ക് ആഹാരം ആകാതിരിക്കുകയോ തൻ്റെ അശ്രദ്ധ പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഇവയ്ക്കൊക്കെ വിധേയമാവുകയോ ചെയ്യുമ്പോൾ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ശാശ്വതമെന്ന പദം അർത്ഥശൂന്യമായി തീരും. അപ്പൊ പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും ആന്തരികങ്ങളായ സംഘടനകളും ഒക്കെ ആയുസ്സിനെ ഹനിക്കാൻ നിലകൊള്ളുന്നവയാണ്. ജാതജങ്ങളായ വികാരങ്ങൾ, ഗർഭജങ്ങളായ വികാരങ്ങൾ, സഹജങ്ങളായ വികാരങ്ങൾ, അടുക്കോടെ പറഞ്ഞാൽ സഹജം, ഗർഭജം, ജാതജം, കാലജം, സ്വഭാവജം, പ്രഭാവജം തുടങ്ങിയ വികാരങ്ങളെല്ലാം, അവയെല്ലാം തന്നെ വ്യക്തി എന്ന ഒരറിവിൻ്റെ ഫലം മാത്രമാണെന്ന് വന്നാൽ മാത്രമേ ചരകപ്രതിജ്ഞയുടെ വസ്തുനിഷ്ഠത നമുക്ക് ദർശിക്കാനാവൂ. ആയുർവേദം ശാശ്വതമാണെന്ന് പറയുമ്പോൾ ഒരുവന് തനിക്ക് വിധിച്ചിട്ടുള്ള ഒരു വർഗമെന്ന നിലയിൽ മനുഷ്യന് വിധിച്ചിട്ടുള്ള പൂർണ്ണമായ ആയുസ് മുഴുവൻ സഹജങ്ങളായ രോഗങ്ങളെയും ഗർഭജങ്ങളായ രോഗങ്ങളെയും ജാതജങ്ങളായ രോഗങ്ങളെയും കാലജങ്ങളായ രോഗങ്ങളെയും പീഡാജങ്ങളായ രോഗങ്ങളെയും അച്ഛനമ്മമാരുടെ ബീജാണ്ഡങ്ങളിൽ നിന്ന് സംഭവിച്ച സഹജങ്ങളും ഗർഭസ്ഥാവസ്ഥയിലെ അമ്മയുടെ ആഹാരവിചാരങ്ങളും വികാരങ്ങളും ആചാരവിചാരങ്ങളും കുട്ടിയിലുളവാക്കുന്ന രോഗങ്ങളും ജനനപൂർവകമായ ചുറ്റുപാടുകൾ അവനിലുളവാക്കുന്ന രോഗങ്ങളും കാമ ക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങളാകുന്ന ആന്തരിക പീഡകളും വെയിലും മഴയും മഞ്ഞുമൊക്കെ ഉൾക്കൊള്ളുന്ന ബാഹ്യപീഡകളും
മറ്റ് സംഘട്ടനങ്ങളാകുന്ന പീഡകളും ഉളവാക്കുന്ന രോഗങ്ങളും, കാലം അവനിൽ ഉളവാക്കുന്ന രോഗങ്ങളും, സ്വഭാവമായ ആഹാര നീഹാര മൈഥുന നിദ്രകൾ ഉളവാക്കുന്ന രോഗങ്ങളും, പ്രഭാവമെന്ന നിലയിൽ അവൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്ക് അതനുഭവിക്കുന്ന സമസൃഷ്ടങ്ങളിൽ നിന്ന് മാനസിക രൂപേണയുണ്ടാകുന്ന ശാപങ്ങൾ ഏറ്റുവാങ്ങി ഉണ്ടാകുന്ന രോഗങ്ങളും എല്ലാം പരിഹരിക്കുവാൻ ശാശ്വതമായൊരു വഴിയുണ്ട് എന്ന് വന്നാൽ മാത്രമേ ആയുർവേദം ശാശ്വതം എന്ന് പറയുന്നതിന് പ്രാമാണികമായി അർത്ഥമുണ്ട്. അങ്ങനെ ആധികാരികമായി പറയാൻ കഴിയണമെങ്കിൽ രോഗത്തിൻ്റെ സമഗ്രമായ പഠനം, രോഗമുളവാകുന്നത് മാനവ ശരീരത്തിലെങ്കിൽ അതിൻ്റെ, ഹസ്തിയുടെ ശരീരത്തിലെങ്കിൽ അതിൻ്റെ, കുതിരയുടെ ശരീരത്തിലെങ്കിൽ അതിൻ്റെ, വൃക്ഷ ശരീരത്തിലെങ്കിൽ അതിൻ്റെ ബോധതലത്തെക്കുറിച്ചുള്ള അതിസൂക്ഷ്മമായ അറിവും അനിവാര്യമാണ്. ഇതെല്ലാം ഉൾക്കൊണ്ട ഒന്നാണ് ആയുർവേദമെന്ന് ഇക്കാലത്ത് നിലനിൽക്കുന്ന പഠനങ്ങളും അറിവുകളും വെച്ച് ആയുർവേദത്തെ സമീപിക്കുവാൻ നമുക്ക് കഴിയും. ആരോ ചിലർ തൻ്റെ സമൂഹത്തിൽ വന്ന രോഗങ്ങളിൽ ചിലത് കണ്ട് വേണ്ടത്ര ശ്രദ്ധയും പഠനവുമില്ലാതെ, പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നും നടത്താതെ ഏതോ ചെടികളോ മറ്റ് സാധനങ്ങളോ അരച്ചും പിടിച്ചും കൊടുത്ത് ആർക്കൊക്കെയോ ചിലർക്ക് രോഗം മാറിപ്പോയതിൻ്റെ ചരിത്രം എഴുതി പിടിപ്പിച്ചത് ഒരു രാജ്യത്തിൻ്റെ അഭിമാനമെന്ന നിലയിൽ അന്ധവിശ്വാസം പോലെ പഠിപ്പിക്കുക, അത് പഠിക്കുന്നത് ആയുർവേദക്കാരനാവുക, ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിപാടുകളോട് മത്സരിക്കാൻ അവയ്ക്ക് കഴിവില്ല എന്നറിഞ്ഞിട്ടും ദേശത്തിൻ്റെ തനതു സംസ്കാരമെന്ന നിലയിൽ അതിനെ നിലനിർത്തുവാൻ ഒരു സംവരണമെന്ന നിലയിൽ കുറേ സഹായങ്ങൾ ഗവൺമെൻറ്റുകൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ അല്ലാതെ ആധുനിക ആയുർവേദാചാര്യന്മാരെങ്കിലും സമഗ്രമായി ധരിച്ചിട്ടുണ്ടോ? ആയുർവേദം ആഴത്തിലുള്ളൊരു പഠനമാണെന്ന് ഇനിയും നമുക്ക് ബോധ്യമാകേണ്ടിയിരിക്കുന്നുവോ? ഇതൊക്കെ ഭാരതീയമായ എല്ലാ ശാസ്ത്രങ്ങൾക്കും ബാധകമാണ്. എന്നാൽ വേദത്തിൻ്റെ ഏറ്റവും പ്രായോഗികതയെന്നെണ്ണുന്ന ആയുർവേദത്തിന് ബാധകം. ഗൗതമൻ പറയുന്നത് ആയുർവേദവും മന്ത്രശാസ്ത്രവും വേദത്തിൻ്റെ പ്രായോഗികാംശങ്ങളാണെന്നാണ്. അതിൽ സന്ദേഹമുണ്ടാകേണ്ട എന്നാണ്. ഈ നിലയിൽ അതിപ്രാചീന കാലം മുതൽ അനുവർത്തിച്ചു വന്ന ആയുർവേദത്തിൻ്റെ സമഗ്രമായൊരു അന്വേഷണം സമീചീനമായി നടത്തിയിട്ടുള്ള വാഗ്ഭടാദികളുടെ ചിന്തകളിലേക്ക് കടന്നു ചെല്ലുന്നതും അതിനെ ഈ നവ്യ കാലഘട്ടത്തിൽ ഒരു പരിചിന്തനത്തിന് വിധേയമാക്കുന്നതും ഉത്തമമാണെന്ന് ഇതിൻ്റെ പ്രോത്ഘാടകന്മാർ കരുതുന്നു. ആയുർവേദാചാര്യൻ പറഞ്ഞ പോലെ ആയുർവേദം ശാശ്വതമാണ് എന്ന് പറഞ്ഞു നിർത്തിയില്ല. അനാദിത്വ
അത് അനാദിയാണ്. ആയുസ്സിനെ കുറിച്ചുള്ള അറിവ് ബോധം ഉദിച്ച കാലം മുതൽ മനുഷ്യനെ സംബന്ധിച്ചുള്ളൊരു അറിവാണ്. അതുകൊണ്ട് അതിന് എന്ന് പറയാനാവാത്ത വിധം അനാദിയായ ഒരറിവാണ് ആയുർവേദം. വേദങ്ങളെന്ന നിലയിൽ അത് അപൗരുഷേയവുമാണ്. ഒരു വ്യക്തി അവൻ്റെ വൈയക്തിക തലങ്ങളിൽ പേര്, പ്രശസ്തി, ധനം മുതലായവയ്ക്ക് ആഗ്രഹിച്ച് ആ ആഗ്രഹങ്ങളെ നിലനിർത്തിക്കൊണ്ട് അനേകവിധങ്ങളായ അറിവുകളിൽ നിന്ന് സംക്ഷേപിച്ച് തൻ്റെ വികാരങ്ങളെ കാലഘട്ടത്തിനിണങ്ങും വിധം ചേർത്ത് ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങളെല്ലാം പൗരുഷേയങ്ങളാണ്, പുരുഷ പ്രകൃതിയുള്ളവയാണ്. ഏതൊരു നിമിഷത്തിൽ വൈയക്തിക അവബോധം നഷ്ടപ്പെടുകയും വ്യക്തി സാമാജിക സത്തയിലേക്ക് വികസിക്കുകയും ചെയ്യുന്നു. ഏകവും അദ്വയവുമായ ബോധം താനാണെന്നും അതാണ് സമസ്ത ചരാചരങ്ങളിലും കുടികൊള്ളുന്നതെന്നും അതിന് ഭേദമില്ലെന്നും ഒരുവൻ അറിയുമ്പോൾ അവൻ അപൗരുഷ പ്രകൃതിക്ക് വിളനിലമായി. അത്തരമൊരവസ്ഥയിൽ ധ്യാനാത്മകമായി വരുന്ന അറിവിനെ മാത്രമാണ് ഭാരതീയർ ദർശനമെന്നും ശാസ്ത്രമെന്നും ഉദ്ഘോഷിച്ചു. അവ ആധുനിക ശാസ്ത്രഗവേഷണങ്ങൾക്ക്, അതിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് വിധേയമാകും എന്ന് തീർച്ചയാണ്. എന്നാൽ ആ ഗവേഷണങ്ങൾക്കൊന്നും പൂർണ്ണമായ അമ്മാതിരി ഒരു അറിവിനെ പ്രസവിക്കാനാവുകയില്ല. ശാസ്ത്രത്തിൻ്റെ ഗവേഷണപരങ്ങളായ അറിവുകൾക്ക് പൂർവരൂപമായ ഒരറിവ് അനിവാര്യമാണ്. പൂർവരൂപമായ ഒരു അറിവിനെ ശാസ്ത്രമുപയോഗിച്ച് അപഗ്രഥിച്ച് ഒരു കാലത്തേക്ക് അശാസ്ത്രീയമെന്ന് പറഞ്ഞ് തള്ളുക, ഒരു കാലത്തേക്ക് ശാസ്ത്രീയമെന്ന് വ്യവച്ഛേദിക്കുക, ആ കാലഘട്ടത്തിൻ്റെ ഗുരുനാഥന്മാരായി ശാസ്ത്രകാരന്മാർ അറിയപ്പെടുക, അവനെയും അവൻ്റെ ശാസ്ത്രത്തെയും നിഷേധിക്കുവാനുള്ള യുക്തികളുമായി അടുത്തവൻ വരുന്നതുവരെ ശാസ്ത്രലോകത്തിൻ്റെ രാജാവായി അവൻ വിരാജിക്കുക, അവൻ്റെ ജൽപ്പനങ്ങളെ അവലംബിച്ച് ഉളവായ സംസ്കൃതികളും അവൻ്റെ ജൽപ്പനങ്ങളെ അവലംബിച്ചുണ്ടായ മതങ്ങളും അവൻ്റെ ജൽപ്പനങ്ങളെ അവലംബിച്ചുണ്ടായ സംഘടനകളും അവൻ്റെ ജൽപ്പനങ്ങൾ തെറ്റാണെന്ന് അടുത്തവൻ പറഞ്ഞു കഴിഞ്ഞും ഒരാചാരമെന്ന പോലെ നിലനിൽക്കുകയും അതും അതിനെ നിഷേധിക്കുന്നതും ഒരുമിച്ച് അടുത്ത തലമുറ പഠിക്കേണ്ടി വരുന്നതും ശാസ്ത്രലോകത്ത് സ്വാഭാവികമാണ്. ആ ശാസ്ത്രത്തിൻ്റെ മാതൃകകളിലെല്ലാം വെച്ച് അപഗ്രഥിക്കുമ്പോഴും ശാസ്ത്രകാരനും ശാസ്ത്രവും ഒന്നിച്ചു ചേരുന്ന വൈജ്ഞാനിക ദർശന മേഖലകളെ ഒരിക്കൽ കൂടി താരതമ്യം ചെയ്ത് പഠിക്കുന്നതിന് പകരം അറിവിയർന്നു പഠിച്ചാൽ ഇന്ന് പ്രത്യക്ഷമാകുന്ന മാനവിക പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ പരിഹാരമുണ്ടായേക്കും. അതുകൊണ്ട്
അപൗരുഷമെന്ന ശബ്ദം കൊണ്ട് ദൈവം ഇറങ്ങി വന്നു തന്നു എന്നൊക്കെ പറയണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അതല്ലെന്ന് പറയുന്നത് ഉചിതവുമല്ല. രണ്ടും ഏകീഭവിക്കുന്ന അത്യന്ത ശ്രദ്ധേയമായ ഒന്ന് ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപൗരുഷേയമാണ്, അനാദിയാണ് ആയുർവേദം. അനാദിത്വ, അനാദിയാണ്, ശാശ്വതമാണ് എന്ന് പറഞ്ഞ തലത്തിൽ മറ്റൊന്നുകൂടി അന്തർഭവിച്ചിരിക്കുന്നു. അത് ആയുർവേദത്തിൻ്റെ ശാശ്വത ഭാവത്തെ ഭാവതലങ്ങൾ വെച്ച് അപഗ്രഥിക്കേണ്ടതാണെന്ന് ഇത്തരുണത്തിൽ നാം മറന്നുപോകരുത്.